ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു അറിവിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് മുൻപും ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാത്തതെന്ന്. നമുക്കെല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ടല്ലേ? ചിലപ്പോൾ അത് കടബാധ്യതകളില്ലാത്തൊരു സാമ്പത്തിക ഭദ്രതയാകാം, അല്ലെങ്കിൽ എന്നും സന്തോഷം നിലനിർത്തുന്ന ഒരു കുടുംബമാകാം. അതും അല്ലെങ്കിൽ നിങ്ങളേറെ ആഗ്രഹിക്കുന്ന ഒരു വീടോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ പുതിയൊരു കാറോ ഒക്കെ ആകാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെറും ആഗ്രഹങ്ങളായി തന്നെ ഇന്നും അവശേഷിക്കുകയാണോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് എന്താണത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്? നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുണ്ട്. ആ തെറ്റ് തിരുത്തിയാൽ മാത്രം മതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ ലോകം നമ്മുടെ മുന്നിൽ മാറും. അത് എങ്ങനെയാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും വളരെ ലളിതമായി ഇന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിലെ ഓരോ വരിയും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കമായേക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫീൽ ഇറ്റ് റിയൽ എന്ന അത്ഭുതകരമായ വിദ്യയെക്കുറിച്ചാണ്. ഇത് വെറുമൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം എന്നതിൻ്റെ കൃത്യമായ വഴിയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടേണ്ടി വരില്ല. പകരം ആഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. നമുക്ക് ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? ആഗ്രഹിച്ചാൽ പോരെ എന്നല്ലേ നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്നത്? എന്നാൽ സത്യം അതല്ല, മറ്റൊന്നാണ്. ആഗ്രഹം എന്നാൽ അതിനർത്ഥം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല എന്നാണ്. ഈ ഒരു വിടവ് നികത്താനുള്ള വഴിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന്. മിക്കവാറും ആളുകൾ ചെയ്യുന്നത് തിങ്കിങ് ഓഫ് ആണ്. അതായത് ആഗ്രഹത്തെക്കുറിച്ച് പുറത്ത് നിന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന്, എനിക്കൊരു വലിയ വീട് വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ വീടിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നേ? നിങ്ങൾ ആ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സറിയാതെ തന്നെ പറയുകയാണ്, ആ വീട് എൻ്റെ കയ്യിലില്ല, അത് ദൂരെ എവിടെയോ ആണ്. ഇവിടെയാണ് വലിയൊരു പ്രശ്നമുള്ളത്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ്? ഇല്ലായ്മയാണ്. എനിക്കില്ല, എനിക്ക് വേണം എന്ന തോന്നൽ പ്രപഞ്ചത്തിലേക്ക് വിടുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മ തന്നെ നൽകും. നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ആ കാര്യം നിങ്ങളിൽ നിന്നും അകന്നു പോവും. നമ്മൾ വിചാരിക്കും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന സങ്കടമാണ് ഉള്ളതെങ്കിൽ ആ സങ്കടം മാത്രമാണ് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. ഇതാണ് വിജയികൾ ചെയ്യുന്ന രീതി, തിങ്കിങ് ഫ്രം. ഇത് കേൾക്കുമ്പോൾ ലളിതമായിട്ട് തോന്നാം, പക്ഷേ ഇതിൻ്റെ പവർ വളരെ വലുതാണ്. തിങ്കിങ് ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക എന്നതാണ്. നിങ്ങൾ ഒരു വീട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വീടിനെ പുറത്ത് നിന്ന് നോക്കി നിൽക്കരുത്. പകരം നിങ്ങൾ ആ വീടിനുള്ളിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ വീടിൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പുറത്തെ ലോകത്തെ നോക്കുക. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളല്ല, ആഗ്രഹം നേടിയെടുത്ത ആളാണ്. ഇതൊരു വലിയ മാറ്റമാണ് കൂട്ടുകാരെ. നിങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വേണമെന്ന ചിന്ത അപ്രത്യക്ഷമായിട്ട് മാറും. പകരം എനിക്കിതുണ്ട് എന്ന സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നു. നിങ്ങൾ ആ മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ പ്രപഞ്ചം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു
എന്നതിലല്ല കാര്യം, മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതാണ് കാര്യം. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് പറയാവേ. നിങ്ങൾ ഒരു കാര്യം നേടാൻ ശ്രമിക്കുമ്പോൾ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതായത് തിങ്കിങ് ഓഫ്. 2, ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന നിലയിൽ അവിടെ നിന്ന് ചിന്തിക്കുക, അതായത് തിങ്കിങ് ഫ്രം. ഇതൊരു ചെറിയ വ്യത്യാസമായിട്ട് തോന്നാം, പക്ഷേ ഇതിന്റെ ഫലം ആകാശവും ഭൂമിയും പോലെയാണ്. നിങ്ങളൊരു വലിയ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് കരുതുക. ആ വീട് എത്ര മനോഹരമാണ്, അതെനിക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ ആ വീടിന് പുറത്താണ്. അവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു കുറവാണ്, എനിക്ക് അതില്ല എന്ന തോന്നലാണ് നിങ്ങളുടെ ഉള്ളിൽ ശക്തമാവുന്നത്. എന്നാൽ തിങ്കിങ് ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആ വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് പുറത്തെ ലോകത്തെ നോക്കിക്കാണുന്നതാണ്. നിങ്ങൾ ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇല്ല എന്ന ചിന്തയില്ല, അല്ലെങ്കിൽ അവിടെ ഇല്ല എന്ന വാക്കിന് സ്ഥാനമില്ല. നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഇതിലേക്കുള്ള വഴി എന്താണ്? എന്നാൽ എൻ്റെ കൂട്ടുകാരെ, എങ്ങനെ എന്നത് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങളുടെ ജോലി ആ അവസാന അവസ്ഥയിൽ ജീവിക്കുക എന്നത് മാത്രമാണ്. കാരണം നമ്മൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് അതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, മറിച്ച് നമ്മൾ ഇപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണോ ഇരിക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും വിചാരിക്കുന്നത് കുറേ നേരം കണ്ണടച്ചിരുന്നാൽ മാത്രം മതിയെന്നാണ്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് സിനിമ കാണുന്നത് പോലെ തങ്ങളുടെ ആഗ്രഹം ഭാവനയിൽ കാണുന്നത്. അതായത് നിങ്ങളൊരു സ്ക്രീനിൽ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇത് തെറ്റായ രീതിയാണ്. കാരണം അവിടെയും നിങ്ങളൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. നിങ്ങൾ ആ സിനിമയിലെ കഥാപാത്രമായിട്ട് മാറണം. അതുപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഇതാണ്, ഞാനിത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിത് കിട്ടണം. അത് വളരെ സങ്കടകരമായ കാര്യമാണ് കേട്ടോ. ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകും. കാരണം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് എൻ്റെ കയ്യിൽ ഇതില്ല എന്നാണ്, പകരം എൻ്റെ കയ്യിൽ ഇതുണ്ട് എന്ന ആത്മവിശ്വാസമാണ് വേണ്ടത്. ശരി, നമുക്കിത് എങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ എളുപ്പവഴി. നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നടക്കുമ്പോഴാണോ അതോ നമ്മളത് ഭാവനയിൽ കാണുമ്പോഴാണോ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ മനസ്സിന് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ഭാവനയ്ക്ക് ജീവൻ നൽകണം. നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങൾക്കൊരു പുതിയ കാർ വേണം. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് കണ്ണടച്ച് ശാന്തമായിട്ട് ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക, ഇപ്പോൾ നിങ്ങൾ ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ കൈകൾ ആ സ്റ്റിയറിങ്ങിൽ സ്പർശിക്കുന്നത് അനുഭവിക്കുക. സീറ്റിൻ്റെ സ്മൂത്ത്നെസ് നിങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നുണ്ടോ? ആ പുതിയ കാറിൻ്റെ ഉള്ളിലെ ആ പ്രത്യേക ഗന്ധം, ലെതർ സീറ്റുകളുടെ മണം നിങ്ങളുടെ മൂക്കിലേക്ക് വരുന്നുണ്ടോ? അത് ശ്വസിക്കൂ. നിങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. എഞ്ചിൻ്റെ ചെറിയ വിറയൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഗ്ലാസ് താഴ്ത്തുമ്പോൾ പുറത്തെ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കാറിന് പുറത്തേക്ക് നോക്കൂ. റോഡിലെ കാഴ്ചകൾ, നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കടന്നു പോകുന്നത്, ഇതെല്ലാം നിങ്ങളായിട്ട് കാണുക. അതായത് നിങ്ങൾ തന്നെ അവിടെ ഇരിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കും ഇതിപ്പോൾ നടക്കുകയാണെന്ന്. ഈ ഒരു വിശ്വാസമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫീലിംഗ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ വെറുതെ ഒരു ചിത്രം കാണുകയല്ല, മറിച്ച് ആ അനുഭവം ജീവിക്കുകയാണ്. നിങ്ങളുടെ ഭാവനയ്ക്ക് ഒരു ഭാരം, ഒരു ഗന്ധം, ഒരു സ്പർശം നൽകുക. നിങ്ങൾ ജോലിയിൽ ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ അടുത്ത് വന്ന് കൈ തന്ന് അഭിനന്ദിക്കുന്നത് സങ്കല്പിക്കുക. അദ്ദേഹത്തിന്റെ കൈപ്പത്തിയിലെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടണം. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങളുടെ കാതിൽ മുഴങ്ങണം. ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ആത്മവിശ്വാസം, അതിപ്പോൾ തന്നെ അനുഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിരാശരാകാറുണ്ട്. എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ നമ്മുടെ മനസ്സൊരു വലിയ അത്ഭുതമാണ് കേട്ടോ.
നമ്മൾ അതിനെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചില്ല എന്നത് മാത്രമാണ് നമുക്ക് പറ്റിയ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആഗ്രഹിച്ച ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും. ആ ഒരു സമാധാനം, ആ ഒരു സുരക്ഷിത ബോധം, അത് എത്രത്തോളം വലുതാണ്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷമതകൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയും. അത് നിങ്ങളുടെ സ്വകാര്യമായ ഇടമാണ്. അവിടെ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങൾ അവിടെ രാജാവാണ്. ആ ഭാവനയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സമ്മർദ്ദം കുറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നമ്മളെപ്പോഴും പുറത്തെ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിലാണ്. ഉള്ളിൽ നിങ്ങൾ ധനികനായാൽ പുറത്തും നിങ്ങൾ ധനികനാകും. ഉള്ളിൽ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ പുറത്തും ലോകം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും. ഇതൊരു ശീലമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും. മുമ്പ് നിങ്ങൾ ഒരു കാര്യം നേടാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു, സമ്മർദ്ദത്തിലാകുമായിരുന്നു, ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിക്കുമായിരുന്നു. എന്നാൽ തിങ്കിങ് ഫ്രം എന്ന രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ശാന്തനാവുന്നു. ഇവിടെ പലർക്കും ഒരു സംശയം വരാം, ഞാനിത് എത്ര നേരം ചെയ്യണം, ഇതെത്ര തവണ ആവർത്തിക്കണം. പലരും വിചാരിക്കുന്നത് ഇതൊരു മാജിക് നമ്പർ ആണെന്നാ. 21 തവണ എഴുതണം, അല്ലെങ്കിൽ 100 തവണ പറയണം എന്നൊക്കെ. പക്ഷേ സത്യം അതല്ല. നിങ്ങളിത് ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് വരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ പ്രത്യേക ടെക്നിക്കുകളൊന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വരണം. ആ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വെപ്രാളവും ഉണ്ടാവില്ല. എപ്പോഴാണിത് നടക്കുക എന്ന ടെൻഷൻ ഉണ്ടാവില്ല. കാരണം അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ ഉള്ളുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. നിർബന്ധപൂർവമായുള്ള പ്രാർത്ഥനയല്ല വേണ്ടത്, മറിച്ച് ലഭിച്ചു കഴിഞ്ഞു എന്ന നന്ദിയോടെയുള്ള സമാധാനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ മാറ്റം നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കുക. നിങ്ങൾ കൂടുതൽ ശാന്തനാകും, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടി മാറും, ആത്മവിശ്വാസം കൂടും. കാരണം നിങ്ങൾ ഉള്ളിൽ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ മാറ്റം പുറത്തെ ലോകത്താണ് സംഭവിക്കുക. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഹായങ്ങൾ എത്തും. ഇതൊന്നും യാദൃച്ഛികതയല്ല. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തിയത് കൊണ്ട് പുറത്തെ ലോകം അതിനനുസരിച്ച് മാറുന്നതാണ്. മുമ്പ് നിങ്ങൾ എപ്പോഴും പരാതി പറയുന്ന ഒരാളായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ നന്ദിയുള്ള ഒരാളായിട്ട് മാറും. എനിക്കൊന്നുമില്ല എന്നതിൽ നിന്ന് എനിക്കെല്ലാം ഉണ്ട് എന്ന ബോധത്തിലേക്ക് നിങ്ങൾ മാറും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, ചുരുക്കത്തിൽ ഇത്ര മാത്രമാണുള്ളത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു എന്ന ഭാവത്തിൽ ജീവിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ ഭാവനയെ വെറും സ്വപ്നമായി കാണാതെ അതിന് ജീവൻ നൽകുക. കാഴ്ചയിലൂടെയും സ്പർശനത്തിലൂടെയും മണത്തിലൂടെയും ശബ്ദത്തിലൂടെയും അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകില്ല, മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അത് പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരും. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ കാണുന്ന ആ ലോകം ഒരു നിഴലല്ല, അത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വിത്താണ്. ആ വിത്തിനെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും വളർത്തുക. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഓരോ ആഗ്രഹത്തെയും തിങ്കിങ് ഓഫ് എന്ന രീതിയിൽ നിന്ന് മാറ്റി തിങ്കിങ് ഫ്രം എന്ന രീതിയിലേക്ക് മാറ്റുക. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായി ഇപ്പോൾ തന്നെ ജീവിക്കാൻ തുടങ്ങാം. ആ വ്യക്തി എങ്ങനെയായിരിക്കും സംസാരിക്കുക, എങ്ങനെയായിരിക്കും നടക്കുക, എങ്ങനെയുള്ള ചിന്തകളായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാകുക, അതിപ്പോൾ തന്നെ ശീലിക്കുക. നിങ്ങളുടെ ഭാവന എന്നത് വെറും ഒരു സ്വപ്നമല്ല, അത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ നിഴലാണ്. നിങ്ങളുള്ളിൽ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ പുറത്തു വിളയും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ
മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ് നിങ്ങളുടെ പുറത്തെ ലോകത്തെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ എപ്പോഴും വിജയവും സന്തോഷവും മാത്രം നിറയ്ക്കുക. എല്ലാം സംഭവിക്കും. ശരിയായ സമയത്ത് അത് നിങ്ങളെ തേടി തന്നെ വരും. അതുവരെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്